സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ ഓൾ പ്രൊമോഷൻ നിർത്തിവെച്ച് ഡീറ്റൻഷൻ തുടങ്ങുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതനുസരിച്ച് ഈ തോൽപ്പിക്കുന്ന കുട്ടികളുടെ 8 കൊല്ലമെങ്കിലും പാഴാക്കിയതിന് അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെൻറ് നടപടിയെടുക്കണം എന്ന് ഡിമാൻഡ് വെച്ചിരുന്നു. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം അതിൻ്റെ മുമ്പ് ഞാൻ പ്രഖ്യാപിച്ച പോലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, അതായത് 22-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് പറയാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടായിരുന്നു. ഇനി മുതൽ ഞാൻ ഈ പുതിയ, അതായത് ഇപ്പോൾ പുതുതായിട്ടുണ്ടായ വളരെ വികൃതമായ പഴയ കൊളോണിയൽ സ്ട്രക്ചറിനോട് ഇപ്പോഴും ആഭിമുഖ്യം പുലർത്തുന്ന വിദ്യാഭ്യാസ വകുപ്പിനോടും അതിന് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോഴും ആ കോളനി വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ പ്രജാവിദ്യാഭ്യാസത്തിൽ തളച്ചിടപ്പെട്ട മൈൻഡ് സെറ്റുള്ള വിദ്യാഭ്യാസ വിദഗ്ധരോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലക്കാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നമ്മുടെ ഉദ്ദേശ്യം അതല്ല. നമ്മുടെ ഉദ്ദേശം 22-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം 75 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ജനാധിപത്യ വിദ്യാഭ്യാസത്തെ, ജനാധിപത്യ പരമാധികാര പൗരനെ വാർത്തെടുക്കാനുള്ള വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം 22-ാം നൂറ്റാണ്ടിലെങ്കിലും ലോകത്താകെ മാനം വരും എന്നും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ സ്വഭാവങ്ങളും എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി, അതായത് ഈ പ്രജാവിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ കൾച്ചറിൽ പിറന്നു വന്ന ഒരു വിദ്യാഭ്യാസ രീതി, അതാണ് ഇന്ന് നാം ഇന്ത്യയിലും മറ്റ് പല ഭാഗങ്ങളിലും നടക്കുന്ന ഇന്നത്തെ ഈ വിദ്യാഭ്യാസ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിച്ചത്. അത് 1835 ഒരുപക്ഷെ അതിനു മുമ്പും ഇംഗ്ലണ്ടിൽ ഒരു പരിധിവരെ വ്യാവസായിക വിപ്ലവത്തോടു കൂടി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും ഇംഗ്ലണ്ടിലും 1800 കണക്കനുസരിച്ച്, 1800 കാനേഷുമാരി കണക്കനുസരിച്ച് ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസം നടക്കുന്ന ജനങ്ങളുടെ കുട്ടികളുടെ അനുപാതം ആകെയുള്ള ജനസംഖ്യയിൽ 1008 അത് തന്നെ സൺഡേ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി കണക്കാക്കിയിട്ടാണ്. അതിനുണ്ടായ കാരണം എന്താ വെച്ചാൽ, സൺഡേ സ്കൂളിൽ വളരെയധികം കുട്ടികൾ അന്ന് വരേണ്ടി വന്നു. കാരണം അന്ന് റാമ്പൻ്റ് ആയിട്ടുള്ള ചൈൽഡ് ലേബർ അന്നത്തെ എല്ലാ ഫാക്ടറികളിലും, ഇൻഡസ്ട്രിയൽ ഫാക്ടറികളിലും നടമാടിയിരുന്നു. അത് കാരണം ആ കുട്ടികളൊന്നും തന്നെ സ്കൂളിൽ പോകാതെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ സാമൂഹ്യവൽക്കരണമോ നടക്കാതെ ചെറുപ്പത്തിൽ തന്നെ ഫാക്ടറികളിൽ വന്ന് അവരെ പരമാവധി ചൂഷണം ചെയ്ത് അവരുടെ ചോരയും നീരും പൂർണ്ണമായി വറ്റി 10-25 വയസ്സാകുമ്പോഴതോടുകൂടി അവരെ പുറന്തള്ളുന്നു. കാരണം ചെറിയ കുട്ടികളാവുമ്പോൾ അന്ന് വ്യവസായവൽകൃത സമൂഹത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിന് എപ്പോഴും കുഞ്ഞുങ്ങളാണ് ഇരകളായിരുന്നത്, സ്കേപ്പ് ഗോട്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറികൾ നിറഞ്ഞതിനാൽ കുട്ടികൾ കൂടുതൽ സമയം വർക്ക് ചെയ്യും, കുറഞ്ഞ കൂലി കൊടുത്താൽ മതി എന്നതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ഒരു 10
10-20 കൊല്ലം കഴിയുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യവും അല്ലെങ്കിൽ ഈ കഴിവുകളൊക്കെ നശിച്ച് പുറന്തള്ളപ്പെടും. അങ്ങനെയുള്ള ആൾക്കാരെ പിന്നീട് കൈകാര്യം ചെയ്യാൻ സമൂഹത്തിനൊരു ബാധ്യതയായി അവർ ഒരു രീതിയിലുള്ള ധാർമ്മിക ബോധവും ഒരു രീതിയിലുള്ള അച്ചടക്കവും ഇല്ലാത്ത ജനങ്ങളെ കൊണ്ട് സ്ട്രീറ്റുകൾ, തെരുവുകൾ നിറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന, അതായത് ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ചണ്ടിഭണ്ഡാരങ്ങളായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുകയും അതനുസരിച്ച് ചൈൽഡ് ലേബർ നിരോധിക്കുകയല്ല ചെയ്തത്. ചൈൽഡ് ലേബർ ചെയ്യുന്ന ഫാക്ടറികളിലെ ഉടമകൾ അവരെ സൺഡേ സ്കൂളിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് നിയമം പാസാക്കി. അങ്ങനെ സൺഡേ സ്കൂളിൽ വളരെ കൂടുതൽ കുട്ടികൾ വന്നതുകൊണ്ടാണ് 1008 പേര് അവിടുത്തെ കാനേഷുമാർ കണക്കനുസരിച്ച് ഉണ്ടായത്. അതേ സമയത്ത് നമ്മളെ മദ്രാസ് പ്രസിഡൻസിയിലും ഒരു കാനേഷുമാർ കണക്കെടുത്തിരുന്നു. അതനുസരിച്ച് മദ്രാസ് പ്രസിഡൻസി എന്ന് പറഞ്ഞത് ഒറീസയിലെ ഗാംഗം മുതൽ കന്യാകുമാരി സ്റ്റേറ്റ് വരെ, നമ്മളെ മലബാറിലെ ഈ മലബാറും മൈസൂരും അടക്കമുള്ള ഈ രാജ്യങ്ങളൊക്കെ പെടുന്ന ഈ മദ്രാസ് പ്രസിഡൻസിയിലും ഇതേപോലെ അന്നത്തെ ഗവർണർ ജനറൽ ഒരു വിദ്യാഭ്യാസ സർവേ നടത്തിയിരുന്നു. അതനുസരിച്ച് അന്നുണ്ട പരമ്പരാഗതമായ എഴുത്തുപള്ളികൾ, പിന്നെ ഗുരുകുലങ്ങൾ, പിന്നെ മദ്രസകൾ, മക്തബുകൾ, ഇങ്ങനെയുള്ള ഇതൊക്കെ അടക്കം എടുത്ത കണക്കനുസരിച്ച് 1000 ജനസംഖ്യക്ക് 11 പേര് അന്ന് നമ്മളെ ഇവിടെയുള്ള സ്കൂളുകളിലുണ്ടായിരുന്നു. അതായത് ആ കാലത്ത് ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസപരമായ അവസ്ഥ ഇന്ത്യക്കാരെക്കാളും മോശമായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അതായത് ബ്രിട്ടീഷുകാർ അന്ന് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. 1792 ടിപ്പുവിനെ തോൽപ്പിക്കുന്നത്. അതിനുശേഷം ഈ രാജ്യം 1757 ആദ്യത്തെ പ്ലാസി യുദ്ധം. അന്ന് ആ നൂറ്റാണ്ട് കൊണ്ടാണ് അവർ ഇന്ത്യ ഏകദേശം കീഴടക്കിയത്. അന്നത്തെ ഇന്ത്യയുടെയും ബ്രിട്ടൻ്റെയും വിദ്യാഭ്യാസ അവസ്ഥ വളരെ, ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായിട്ട് വളരെ പിന്നിലായിരുന്നു. പക്ഷേ പിന്നീട് ഇന്ത്യ രാജ്യത്തു നിന്നുള്ള എല്ലാ സമ്പത്തും പരമാവധി കുത്തിച്ചോർത്തി കവർന്നെടുത്ത് കൊണ്ടുപോയത് കൊണ്ട് തന്നെ വളരെ വലിയ ഒരു വികാസം പിന്നീട് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് മെക്കാളെ പ്രഭു. മെക്കാളെ പ്രഭു അയാളുടെ മിനിറ്റ്സിൽ എഴുതി വച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരമ പുച്ഛമാണ്, ഒന്നുമല്ല. ഇന്ത്യയിലുള്ള ആകെ ലൈബ്രറികളും ലിറ്ററേച്ചറുകളും എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ, അത് 1835 ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. 1835, അതായത് അന്ന് മെക്കാളേക്ക് ഒരു 10-32 വയസ്സായിട്ടുണ്ടാവും. അപ്പോഴേക്കും ഇംഗ്ലണ്ട് എത്രയോ ബൂസ്റ്റ് ചെയ്തിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ. മാത്രമല്ല അദ്ദേഹം തന്നെ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള ആകെയുള്ള വിജ്ഞാനം എന്നത് ഇംഗ്ലണ്ടിലെ ഏതെങ്കിലും ഒരു എലീറ്റിനാലും മാന്യനായ മനുഷ്യൻ്റെ ലൈബ്രറിയിലുള്ള പുസ്തകത്തിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, അത്രത്തോളം വലിയ വിദ്യാഭ്യാസപരമായ ഉയർച്ച അല്ലെങ്കിൽ മുന്നേറ്റം ഇംഗ്ലണ്ട് 1835 ആയപ്പോഴേക്ക് വരുത്തിയിരുന്നു. അതിന് കാരണം ഈ ഇന്ത്യ രാജ്യത്തു നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തു നിന്ന് അവർ ചോർത്തിയെടുത്ത സമ്പത്തിൻ്റെ, ഇവിടുന്ന് പിന്നെ ആഫ്രിക്കയിൽ നിന്ന്, അതേപോലെ
അമേരിക്കയിൽ നിന്നൊക്കെ കവർന്നെടുത്ത സമ്പത്തിൻ്റെ മുകളിലാണ് അവർ ജീവിച്ചിരുന്നത്. അതുവഴി അവരുടെ നാട്ടിൽ പരമാവധി വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം അവിടെയും വന്നത്. അതിനുശേഷം ഇന്ത്യയിലും പറിച്ചു വന്നു. ഇന്ത്യയിൽ 1835 മെക്കാളെ പ്രഭുവിൻ്റെ മിനിറ്റ്സ് അനുസരിച്ചാണ് ഇത് തുടങ്ങിയത്. അതിലൂടെയാണ് ഇന്നത്തെ ഈ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി. ഈ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അത് പ്രജാവിദ്യാഭ്യാസമാണ്. പ്രജകളെ ഉണ്ടാക്കുക, അതായത് ഒന്നായിട്ട് എല്ലാവരും ഒന്നിച്ചിരുത്തിയിട്ട് അവർ തമ്മിലുള്ള മത്സരങ്ങളിലൂടെ, അവർ തമ്മിലുള്ള വിവേചനങ്ങളിലൂടെ അവരിൽ നിന്ന് തന്നെ കുറേ ആൾക്കാരെ പുതുതായി തിരഞ്ഞെടുക്കുക, മറ്റുള്ളവരെ റിജക്റ്റ് ചെയ്യുക എന്ന ഒരവസ്ഥ ഉണ്ടായി എന്നർത്ഥം. അങ്ങനെയാണ് അവർക്ക് ആവശ്യമുള്ള അവരുടെ ശിഷ്യന്മാരായ, അവരെ പൂർണ്ണമായും അനുസരിക്കുന്ന, അവരെ ഭക്തിപൂർവം കാണുന്ന, ബഹുമാനിക്കുന്ന ഒരു നല്ല അധീശവർഗത്തെ, അതായത് പ്രജകളെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ പ്രജകളെ ഉണ്ടാക്കാനുള്ള കഴിവായിരുന്നു അവർക്കുണ്ടായത്. ആ വിദ്യാഭ്യാസ രീതി കുറച്ച് കാലം കഴിഞ്ഞു. ആദ്യമൊക്കെ നമ്മൾ അതിനെ എതിർത്തിരുന്നെങ്കിൽ പോലും അന്ന് തന്നെ 1860 70 തന്നെ ഒറീസയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളൊന്നായിട്ട് ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കും ഈ വിദ്യാഭ്യാസം തരണം, കാരണം ഞങ്ങൾക്ക് ഇപ്പം പണ്ടുണ്ടായിരുന്ന അവരുടെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയിരുന്ന വിവരം ഉണ്ടെങ്കിൽ പോലും ജോലിയൊന്നും കിട്ടുന്നില്ല. ഈ വിദ്യാഭ്യാസമാണെങ്കിൽ ജോലി കിട്ടും, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം മതി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഗവർണർ ജനറൽക്ക് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി എന്നർത്ഥം. അതായത് ഈ വിദ്യാഭ്യാസ രീതിയെ പരിപോഷിപ്പിക്കാൻ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ വിദ്യാഭ്യാസ രീതി മിനിമം ക്വാളിഫിക്കേഷനാക്കി വെച്ചു. അതുവഴി അവരുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഉദ്യോഗങ്ങളെ, ശിപ്പായിമാരെ, ക്ലർക്കുമാരെ ഒക്കെ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമായി എടുത്തത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഈ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെ വളരെ വിജയപ്രദമായി മുന്നോട്ട് വന്നത്. അത് വികസിച്ചു. പക്ഷേ അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഏകദേശം 100 കൊല്ലത്തോളം 1850 മുതൽ 1925 അല്ലെങ്കിൽ ഒരു ഏകദേശം 75 കൊല്ലം കഴിഞ്ഞപ്പോൾ, അതായത് 3 ജനറേഷൻ കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ഈ വിദ്യാഭ്യാസം കിട്ടിയ എല്ലാ സാധാരണക്കാരും മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട് ഇത് മാത്രമാണ് വിദ്യാഭ്യാസം, ഇങ്ങനെ മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ, ഇങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത്, ഇതല്ലാതെ മറ്റൊരു രീതിയില്ല എന്ന ഒരു അവസ്ഥയിലേക്ക്, എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ മാറുകയും, ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോലും വിദ്യാഭ്യാസം എന്നത് ഒരു രീതിയിലും മാറ്റാതെ അതിലെ പെരിഫറലായ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ മാത്രം മാറ്റം വരുത്തണം. അതായത് നല്ല നല്ല സ്കൂളുണ്ടാക്കി, നല്ല ബെഞ്ചുണ്ടാക്കി, നല്ല ബോർഡുണ്ടാക്കി, നല്ല കസേരയുണ്ടാക്കി, നല്ല മേശുണ്ടാക്കി, അധ്യാപകനും ചോക്കും വടിയും ഒക്കെ കൊടുത്തു. ഇങ്ങനെയുള്ള മാറ്റങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചില്ല എന്നർത്ഥം. ഇങ്ങനെ ആ വിദ്യാഭ്യാസമേ പിന്നീട് നമ്മളെ പൊട്ടന്മാരായിട്ടുള്ള ഈ വിദ്യാഭ്യാസ വിദഗ്ധരും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ പിന്നെ ഇതിൽ കൂടുതൽ വേറെ വിദ്യാഭ്യാസം ഇല്ല എന്ന് നനച്ച്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഈ വെള്ളക്കാരൻ്റെത് മാത്രമാണ് എന്നും
അവൻ്റെ പ്രജാവിദ്യാഭ്യാസം മാത്രമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന ഒരു അവബോധത്തിലാണ് നിർഭാഗ്യവശാൽ ഇന്ത്യ നയിക്കപ്പെട്ടതെന്നർത്ഥം. അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് തന്നെ, അതായത് 1926 തോന്നുന്നു, ഗാന്ധിജിക്ക് ഈ കാര്യം മനസ്സിലായിരുന്നു, കൃത്യമായിട്ട് മനസ്സിലായി. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചു, ഇന്ത്യക്കാരെ അടിമയാക്കിയത് വെള്ളക്കാരനല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് ഈ മഹാഭാവത്തിൻ്റെ മുന തിരിയുന്നത് എന്നാണ് അദ്ദേഹം വളരെ സംഗീതാത്മകമായിട്ട്, കവിതാത്മകമായിട്ട് അത് എഴുതി വെച്ച വാചകം. അതായത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ അടിമത്തം എന്നുള്ളത് ഉദ്ദേശിച്ചത് ഭൗതിക അടിമത്തല്ല, മാനസിക അടിമത്താണ്. മാനസികമായി ഭൗതികമായിട്ട് അവർ സൈന്യവും കൗശലങ്ങളും ചതിയും വഞ്ചനയും കൊണ്ടൊക്കെ തന്നെ അവർ നമ്മളെ ഭൗതികമായി കീഴടക്കിയിരുന്നു. പക്ഷേ മാനസികമായി നാം ഒരിക്കലും അവർക്ക് കീഴടങ്ങിയിരുന്നില്ല. അവർ ശത്രുക്കളായിട്ടും അവർ അക്രമകാരികളായിട്ടും അവർ അധാർമികളായിട്ടും തന്നെയാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടി, പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിലെ ക്രിസ്തീയ മതത്തിൻ്റെ നേതൃത്വത്തിൽ അവർ വന്നിട്ട് ഈ വിദ്യാഭ്യാസം ഇവിടുന്ന് അവിടെ അവരുടെ ഈ അഹിംസയും അവരുടെ ഈ പിന്നെ ഈ അച്ഛന്മാരും അതേപോലെ തന്നെ സിസ്റ്റർമാരെയും കൊണ്ട് കാണിച്ച് അവർ ഈ ജനങ്ങളെയാകെ മാനസികമായ പ്രാക്ഷാളനം നടത്തി വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞപ്പോഴേക്കാണ് യഥാർത്ഥത്തിൽ മാനസികമായി വെള്ളക്കാരൻ വലിയ തന്നെയാണ്, അവൻ്റെ പിന്നെ ഭാഷ നല്ലതാണ്, അവൻ്റെ സംസ്കാരം നല്ലതാണ്, അവൻ്റെ മതം നല്ലതാണ്, അവൻ്റെ എല്ലാം നല്ലതാണ് എന്ന മാനസികാവസ്ഥയിൽ ഇന്നും നാം നിലനിൽക്കാനും, വെള്ളക്കാരൻ പോയിട്ട് പോലും ഇന്നും ഇംഗ്ലീഷ് മീഡിയം ഇവിടെ നിലനിൽക്കാൻ, നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ചിന്ത സ്വന്തം മാതൃഭാഷയിൽ മാത്രമേ വരുള്ളൂ. അത് മാത്രമല്ല, അവൻ്റെ ഹയർ ലേണിംഗ് ആവശ്യമായ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങൾ പോലുള്ള ഗണിതം പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ അത് സ്വാംശീകരിക്കാൻ ഏറ്റവും നല്ലത് സ്വന്തം ഭാഷയാണ് എന്നുള്ളതിന് യാതൊരു സംശയമല്ല. എന്നിട്ട് പോലും നമ്മളെ കുട്ടികളൊക്കെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുണ്ടായ കാരണം ഈ ഗാന്ധിജി പറഞ്ഞ ആ അടിമത്തം തന്നെയാണ് അർത്ഥം. അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. എന്തായാലും നിങ്ങളെ അങ്ങനെ നമ്മൾ അടിമയായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ക്രിയേറ്റേഴ്സായി അല്ലെങ്കിൽ സർഗാത്മക ബുദ്ധി ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇമിറ്റേറ്റേഴ്സ് ആവും, അത് ശരിയാണ്. നമ്മളെ യജമാനന്മാരെ, നമ്മളെ വെള്ളക്കാരനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ സുഖമായിട്ട് പഠിക്കും. അതാണ് ഈ പരിശീലനം, ഈ അന്യൻ്റെ ഭാഷയിൽ പഠനം നടക്കുമ്പോൾ, വിദ്യാഭ്യാസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം അതാണ് എന്നർത്ഥം. എന്തായാലും അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ രീതി ആണ് ഇന്നും തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ
എന്തായാലും അങ്ങനത്തെ വിദ്യാഭ്യാസ രീതിയാണ് ഇന്നും തുടരുന്നത്. ആ വിദ്യാഭ്യാസ രീതി കൊണ്ട് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ തന്നെ നമ്മുടെ യജമാനന്മാർ, നമ്മളെ ഭരിച്ചിരുന്നവർ, നമ്മളെ കോളനിയാക്കി വച്ചിരുന്ന ബ്രിട്ടീഷ് യജമാനന്മാർ ആഗ്രഹിച്ചതൊക്കെ ഇന്നും നടക്കുന്നുമുണ്ട്. അതായത് നമുക്ക് കൂടുതൽ അസൂയ, കുരുട്ട്, വിദ്വേഷം, പക, അതേപോലെ തന്നെ ആർത്തി, ധനസമ്പാദനത്തിനും പിന്നെ അതേപോലെ തന്നെ അധികാര സമ്പാദനത്തിനുള്ള ആർത്തി, ഇതൊക്കെ തന്നെ സുന്ദരമായി സന്നിവേശിപ്പിക്കാൻ വെള്ളക്കാരന് കഴിഞ്ഞു. അത് ഇന്നും നടക്കുന്നു. അതല്ലാതെ നമ്മളെ സാമൂഹ്യ നന്മക്കായിട്ടുള്ള ഒരു സാമൂഹ്യ നന്മക്ക് ആത്മാർത്ഥമായി ത്യാഗപൂർണമായിട്ട് പിന്നെ എന്തും ത്യജിക്കാനുള്ള ആ ത്യാഗവനസ്ഥിതിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊക്കെ നഷ്ടപ്പെടുത്താനുണ്ടായ കാരണം ഈ വിദ്യാഭ്യാസ രീതിയാണ്. ഈ വിദ്യാഭ്യാസ രീതി മാറും, അതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്നത്തെ ഈ നിയോ കൊളോണിയൽ കാലഘട്ടവും കൂടി അവസാനിക്കാൻ പോവുകയാണ്. കോളനിവൽക്കരണം ഒരു വലിയ പരിധിവരെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇന്ന് നവകോളനവൽക്കരണമാണ് നടക്കുന്നത്. അതുവഴി വെള്ളക്കാരൻ അവിടെ ഇരുന്ന് അവർക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളെ തത്തമ്മേ പൂച്ച എന്ന നിലക്കോ അല്ലെങ്കിൽ ചാടിക്കളിയട കുഞ്ഞിരാമ എന്ന നിലക്കോ നമ്മളെ കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യിച്ച് അതിൻ്റെ സുഖവും ലാഭവും അവൻ എടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ന് നടക്കുന്നത്. ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ഇത് തന്നെയാണ് നടന്നത്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലാറ്റിൻ അമേരിക്കയിലൊക്കെ നേരം വെളുത്തു വരുന്നു. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ബുർക്കിന ഫാസോ, മാലി, നൈജർ പോലൊക്കെയുള്ള രാജ്യങ്ങളിലെ വൈബ്രൻ്റായ ആ നാട്ടുകാരുടെ തിരിച്ചടികളും അവരുടെ വികസിത മോഹങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അതിനൊക്കെയുള്ള പ്രധാന കാരണം വെള്ളക്കാരൻ്റെ അല്ലെങ്കിൽ പഴയ കോളനി രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ ശക്തികൾ എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല. യൂറോപ്പിലുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. യൂറോപ്പിലുള്ള കുറച്ച് രാജ്യങ്ങളും പിന്നെ യൂറോപ്പിൽ നിന്ന് പോയ അമേരിക്കയിലുള്ള കുറച്ച് അമേരിക്കയും. ഈ അമേരിക്കയും യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങളിലെ 90% കൊന്നിട്ടാണ് അവിടെ ഇപ്പോൾ അവർ കീഴടക്കിയിരിക്കുന്നത്. ഏതുപോലെ ഇസ്രായേൽ പോലെ. ഇസ്രായേലിൽ എങ്ങനെയാണോ അവിടെ ഉണ്ടായിരുന്ന അറബികളെ ഒക്കെ നശിപ്പിച്ചിട്ടും അവരൊക്കെ പുറത്താക്കിയിട്ടും അവിടെ അവർ കുടിയേറിയത്, അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് അമേരിക്കയിലും നടന്നത്. അമേരിക്ക യഥാർത്ഥത്തിൽ യൂറോപ്പിലെ മനുഷ്യരെക്കാളും നന്നായിട്ടും സുഖമായിട്ടും ജീവിച്ചിരുന്ന ഒരു ജനത അവിടെ, അബോറിജിൻസ് അവിടെ ഉണ്ടായിരുന്നു. അവർ 90% മനുഷ്യരെയും കൊന്നൊടുക്കി. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊല്ലുന്നതിനും നമ്മളിവിടെയൊക്കെ പണ്ട് നായ്ക്കളെ കൊല്ലുന്നതിന് ആൺപട്ടിയെ കൊന്നാലും പെൺപട്ടിയെ കൊന്നാലും ഇത്ര രൂപ എന്ന് പറഞ്ഞതുപോലെ അന്ന് അബോറിജിൻസ് ആയുള്ള റെഡിൻസിനെ കൊന്നാൽ ആണിനിത്ര, പെണ്ണിനിത്ര, അത് യുവാക്കൾക്ക് ഇത്ര, വയസ്സന്മാർക്ക് ഇത്ര എന്ന് കൃത്യമായിട്ട് അന്ന് നിയമം ഉണ്ടാക്കിയിരുന്നു എന്ന വഷളന്മാരാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കക്കാർ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ കാലഘട്ടം അവസാനിക്കാൻ പോകുന്ന നൂറ്റാണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ട്. ആ 21-ാം നൂറ്റാണ്ടിൽ വളരെ മുമ്പ് മുതലേ ഉണ്ടായിരുന്ന സാമ്രാജ്യത്വ മോഹങ്ങളുടെ തുടർച്ചയായി ഉണ്ടായ, അതായത് ഏകദേശം ഒരു 10,000 കൊല്ലമായിട്ടുണ്ടാവാം, മനുഷ്യനെ കീഴടക്കി അവരുടെ സമ്പത്തുകളൊക്കെ കുത്തിച്ചോർത്തി കവർന്നെടുത്ത്
സ്വന്തം ജീവിക്കുന്ന ഒരു രീതി. അതാണ് സാമ്രാജ്യത്വം എന്നത്. ഈ സാമ്രാജ്യത്തിന് ഏകദേശം 10,000 കൊല്ലത്തെ, അതായത് അതിന് വളരെ രസകരമായതും വളരെ ശാസ്ത്രീയമായതും ശരിക്കും പഠിക്കേണ്ടതായ പല വിഷയങ്ങളുണ്ട്. കാരണം അതിലെ ഓരോ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളും ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങളും, അമ്പിൻ്റെ കണ്ടുപിടുത്തം, വാളിൻ്റെ കണ്ടുപിടുത്തം, പിന്നെ കുതിരപ്പുറത്തുള്ള ജീനിൻ്റെ കണ്ടുപിടുത്തം, ഇതൊക്കെ തന്നെ എങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും മേൽക്കൈ നേടി എന്നുള്ളതും, അതേപോലെ തന്നെ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം, ഇതൊക്കെ തന്നെ എങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് മേൽക്കൈ നേടി എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിൽ മനോഹരമായിട്ടും പഠിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും അങ്ങനെ മനുഷ്യൻ ഇവിടെ എത്തി. ഈ 10,000 കൊല്ലമായപ്പോഴേക്കാണ് യഥാർത്ഥത്തിൽ പുതിയ സമവാക്യങ്ങൾ, അതായത് അധിനിവേശം കൂടുതൽ കാലം നിലനിൽക്കില്ല എന്നും അധിനിവേശത്തിന് ഇനി നിലനിൽപ്പ് ഇല്ല എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്താൻ തുടങ്ങിയത്. അത് ഈ 20-ാം നൂറ്റാണ്ടിലാണ് അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ ഉണ്ടാവാൻ തുടങ്ങിയത്. അതായത് ഈ 2-ാം ലോകമഹായുദ്ധത്തോടു കൂടിയാണ് നമ്മൾ അധിനിവേശത്തിന് ഒരു വലിയ പരിധി വരെ അവസാനം കാണാൻ തുടങ്ങിയത്. അതിപ്പോഴും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇപ്പോഴും ബ്രിട്ടന് 12ഓളം ദ്വീപുകൾ അവരുടെ കീഴിലുണ്ട്. അതേപോലെ അമേരിക്കയ്ക്കുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ അവസാനിക്കാൻ പോകുന്ന ഒരവസ്ഥയാണ് ഈ നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട്. അതുകൊണ്ടാണ് ഇത് കഴിയുന്നതോടുകൂടി മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതും, ഒരു വിഭാഗം ജനങ്ങൾ അവർ വികസനത്തിൻ്റെ പേരിലാണെങ്കിലും ശാസ്ത്ര സാങ്കേതികത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റൊരു പ്രദേശത്തുള്ള ജനതയുടെ സമ്പത്തും അധ്വാനവും സ്വത്തുക്കളും കവർന്നെടുക്കുന്നതും തെറ്റാണെന്നും അത് പാടില്ലെന്നും അത് അധാർമികമാണെന്നുള്ള ബോധത്തിലേക്ക് മനുഷ്യൻ മെല്ലെ മെല്ലെ നടന്നെടുക്കുകയാണ്. അതിനുള്ള ഏറ്റവും പ്രധാന കാരണം ചൈനയുടെ പുതിയ നീക്കങ്ങളാണെന്ന്. ചൈന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വികസിക്കണം, അതേപോലെ തന്നെ മറ്റു ജനങ്ങളും വികസിക്കണം. വിൻ വിൻ ആണ് അവരെ മ്യൂച്വൽ ഷെയറിങ്. രണ്ടുപേരും വികസിക്കുക, രണ്ടുപേർക്കും ഉപകാരപ്രദമായ രീതിയിൽ വളരുക എന്നുള്ള നിലയിലേക്ക് അവർ വന്നു. അതിനൊക്കെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. WTO അവരെ അംഗമാക്കി അവരുടെ മാർക്കറ്റും കൂടിയും പിടിച്ചടക്കാം എന്ന് വിചാരിച്ചാണ് അമേരിക്ക അതിന് ചെയ്തതെങ്കിൽ പോലും ഒരു കുടത്തിലെ ഭൂതത്തിനെ തുറന്നു വിട്ട പോലെ ചൈന അവരുടെ ഉൽപ്പാദനശേഷിയും ബുദ്ധിശക്തിയും അവരുടെ വിഭവങ്ങളും കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട്, അല്ല നിർമ്മാണ കേന്ദ്രമായിട്ട് മാറുകയും ലോകത്തെ ഏകദേശം 30% നിർമ്മാണവും വ്യാപാരവും അവർ സ്വയം നടപ്പിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത് സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലെത്തിയത് കൊണ്ടും അവരുടെ ആ അവസ്ഥ, അവരുടെ ആ സ്വഭാവം, അതായത് മറ്റ് രാജ്യങ്ങളിലൊന്നും രാഷ്ട്രീയമായി ഇടപെടാതെ അവരോടൊക്കെ തന്നെ പരമാവധി സഹകരണത്തോടു കൂടി പങ്കാളിത്തത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതോടു കൂടിയാണ് ലോകത്ത് ഇന്ന് ഇപ്പോഴുള്ള ചൈനയുടെ ചെയർമാനായിട്ടുള്ള ഷീ ജിൻപിങ് മുന്നോട്ട് വെച്ച 2016 ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ലോകത്ത് മുഴുവൻ യാത്രാ സൗകര്യങ്ങളും അതേപോലെ തന്നെ അടിസ്ഥാന വിഭവങ്ങളും അടിസ്ഥാന ഊർജ രീതികളും
മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി അവർ വരികയും അതിൽ 140ഓളം രാജ്യങ്ങൾ അതിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കോളനി സാമ്രാജ്യത്വ ശക്തികളുടെ നവകോളനീകരണ രീതികൾക്ക് വലിയ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ലക്ഷണങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ട ഈ ഉക്രൈൻ യുദ്ധവും അതേപോലെ തന്നെ ഫലസ്തീൻ യുദ്ധവും. ഉക്രൈൻ യുദ്ധത്തിൽ അന്ന് വരെ വിചാരിച്ചിരുന്നതിൽ നിന്നും മാറി യഥാർത്ഥത്തിൽ റഷ്യ എന്നത് യുദ്ധത്തോടു കൂടി സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലെത്തുകയും നേരെ മറിച്ച് ആ യുദ്ധത്തിന് കൂട്ടുകൂട്ടിയ അമേരിക്ക വലിയ മോശമായിരുന്നില്ല, കൂട്ടുപിടിച്ച യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായി തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇറാനിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഫലസ്തീനുള്ള പ്രശ്നങ്ങൾ, ഇനി തായ്വാനിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ പഴയ കോളനി രാജ്യങ്ങളുടെ, കോളനൈസിങ് രാജ്യങ്ങളുടെ, കോളനി വൽക്കരിക്കുന്ന രാജ്യങ്ങളുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ, അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ആധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ഇല്ലാതായെങ്കിൽ മാത്രമേ നമ്മളെ യഥാർത്ഥത്തിലുള്ള ഈ വിദ്യാഭ്യാസത്തിൽ മൗലികമായ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് തന്നെ കഴിയുള്ളൂ. ആ മൗലികമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ പ്രജാവിദ്യാഭ്യാസം മാറി പൗരവിദ്യാഭ്യാസം, അതായത് ഒരു പരമാധികാര ജനാധിപത്യ രാജ്യത്തെ പൗരൻ്റെ യഥാർത്ഥ വികസനം സാധ്യമാകുന്ന വിദ്യാഭ്യാസം. എന്തിനാണ് ആ വിദ്യാഭ്യാസം? ആ കുഞ്ഞും നന്നാവണം, അതേപോലെ കുഞ്ഞ് നന്നാവുന്നതനുസരിച്ച് സമൂഹവും നന്നാവണം. സമൂഹത്തിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ വികാസം ആണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നാം മാറേണ്ടത് എന്നർത്ഥം. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് ആണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പോൾ യജമാനനോടുള്ള വിധേയത്വവും ഭരണാധികാരികളുടെ അതേപോലെ തന്നെ ഈ പണ്ടത്തെ വിദ്യാഭ്യാസ രീതി എന്തായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നതെന്ന് വെച്ചാൽ യജമാന്മാരോടുള്ള അല്ലെങ്കിൽ അവരുടെ മേലുള്ള ആൾക്കാരോടുള്ള വിധേയത്വം. അത് ഇന്ന് നമ്മൾ ഭരണാധികാരികളോടും രാഷ്ട്രീയ നേതൃത്വത്തിനോടായിട്ട് മാറിയിരിക്കുന്നു എന്ന് മാത്രം. പണ്ട് അതിൻ്റെ മേലുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ ഈ കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ നിർഭാഗ്യവശാൽ ഒരു രാഷ്ട്രീയക്കാരനും മണ്ടന്മാരായ അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നും ഇവരുടെ വിചാരം ഈ വെള്ളക്കാരൻ്റെ വിദ്യാഭ്യാസം ബഹുകേമമാണ് എന്നാണ്. എന്തിന് പണ്ട് ഈ നമ്മളിവിടെ ഉണ്ടായിരുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന മൗലികമായ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് തന്നെ ഈ വെള്ളക്കാരൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു. ഇംഗ്ലീഷിൽ മാത്രമാണ് ഈ ട്രഷർ മുഴുവൻ, വിജ്ഞാനത്തിൻ്റെ നിധി മുഴുവൻ കിടക്കുന്നത് ഇംഗ്ലീഷിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്
എന്ന നിലയിൽ ഇന്ന് ആ സുന്നികളടക്കമുള്ള ജനങ്ങൾ പോലും, അതായത് യാഥാസ്ഥിതികരായ മുസ്ലിങ്ങൾ പോലും ആ നിലവാരത്തിലേക്ക് ഇന്ന് എത്തിയെന്നുള്ളതാണ് ഈ വെള്ളക്കാരൻ്റെ വിജയം നടത്തുന്നത്. അപ്പോൾ എന്തായാലും അത് ഇന്നല്ലെങ്കിൽ നാളെ മാറും. അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു പരമാധികാര ജനാധിപത്യ രാജ്യത്തെ പൗരനെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടത് വെച്ചാൽ ഈ പരമാധികാര ജനാധിപത്യ പരിസരത്തായിരിക്കണം ഈ കുഞ്ഞിൻ്റെ പഠനം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം നടക്കേണ്ടത്. അതിനെന്ത് വേണമെന്ന് വിചാരിച്ചാൽ അതിന് ഈ പരമാധികാരവും ജനാധിപത്യ പരിസരം ആ കുഞ്ഞിനും അധ്യാപകനും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അവരെ നിയന്ത്രിക്കാൻ പുറമെന്നുള്ള ഒരാളുണ്ടാവരുത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലുള്ള പൗരവിദ്യാഭ്യാസം സാധ്യമാവുള്ളൂ. അതായത് ഓരോ കുഞ്ഞും പഠിക്കുന്നത് ആ പഠിക്കുന്ന ഇത് അവൻ്റെ സ്വന്തമാണെന്നും അവൻ്റെ കഴിവുകൊണ്ടാണ് അവൻ പഠിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിക്കുക എന്നുള്ളത് എനിക്ക് സാധ്യമാണെന്നും അതിനുള്ള കഴിവും ശേഷിയും എനിക്കുണ്ടെന്നുള്ള ബോധം ആ കുഞ്ഞിൽ അങ്കുരിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയിലൊക്കെ കണക്ക് പഠിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കണക്ക് അവർ സ്വയം പഠിക്കാനുള്ള, സ്വയം കണ്ടെത്താനുള്ള ഒരു മെത്തേഡ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതായത് അവരതിന് ഡിസ്കവറി മെത്തേഡ് എന്നാണ് പറയുന്നത്. ഒരു കുട്ടികൾക്ക് കാര്യങ്ങൾ നമ്മളെ രീതിയിൽ അങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള പരിപാടി ഇല്ലാതാക്കി ആ കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വയം എന്താണ് പ്രശ്നം, ആ പ്രശ്നം എങ്ങനെ തരണം ചെയ്യാം എന്നതിന് കുഞ്ഞുങ്ങൾ സ്വയം ഒറ്റക്കോ കൂട്ടായോ സംഘമായിട്ടോ കണ്ടെത്തുക എന്നുള്ള ചർച്ച ചെയ്തും പര്യാലോചിച്ചും പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഒക്കെ കണ്ടെത്തുക എന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ വിദ്യാഭ്യാസ രീതി മാറിയിരിക്കുന്നു എന്നാണ്. അതിൻ്റെ ഗുണം അവിടെ കാണാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് എന്നും സ്വർണം നേടുന്നത് അവർ തന്നെയാണ്. 1-2 പ്രാവശ്യം എന്തോ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ ഹോങ്കോങ്ങോ തായ്ലാൻഡോ തായ്വാനോ ഒക്കെ വന്നു തോന്നും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതൊക്കെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആവറേജ് എന്നത്, അതായത് നമ്മൾ കുറേ സ്കോറുകളും കുറേ ആൾക്കാർക്ക് കുറേ സ്കോറുകൾ കിട്ടി എന്ന്, അതായത് മാർക്ക് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ ഈ ഒറ്റ സ്കോർ കൊണ്ട് ഇവരെ റെപ്രസെൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്താൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ പല രൂപത്തിൽ അവർ ഒരു സ്കോറിൽ കണ്ടെത്താൻ, അതായത് ഈ ഒരു സ്കോറിന് ആകെയുള്ള ഗ്രൂപ്പിൻ്റെ ഒരു പൊതു സ്വഭാവം കണ്ടെത്തണം എന്ന ടാസ്ക് അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ പല രൂപത്തിലും ആവാം. മീൻ, മീഡിയം, മോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ആകെയുള്ള സ്കോറിനെ അതിന് എല്ലാവർക്കുമായിട്ട് ഒന്നായിട്ട് കൂട്ടിയിട്ട് അതിനെ എല്ലാവർക്കുമായിട്ട് വിഭജിച്ച് കൊടുക്കുമ്പോൾ ഒരു സ്കോർ കിട്ടും. അതാണ് ശരാശരി എന്ന് പറയുന്ന ഒന്ന്. പിന്നെ കുട്ടികളെ ഒന്നായിട്ട് ഈ സ്കോറിനനുസരിച്ച് നിർത്തിയിട്ട് നടുവിലുള്ള ആളുടെ സ്കോർ എടുത്താൽ അത് ഏകദേശം ശരാശരിയായിട്ട് അതിന് മീഡിയം എന്ന് പറയും. അതേപോലെ തന്നെ ഇനി ഒന്നായിട്ട് നിർത്തിയിട്ട് ഏറ്റവും കൂടുതൽ സ്കോറുള്ള ഗ്രൂപ്പ് ഏതാണ് അത് നോക്കും, അതും ഏകദേശം മോഡ് എന്ന് പറയും. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ശരാശരി കണ്ടെത്താവുന്നതാണ്. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവരൊന്നിച്ച് ഏത് രീതിയിലാണോ
ശരാശരി കണ്ടെത്താൻ അല്ലെങ്കിൽ പൊതുവായ ഗുണങ്ങൾ കാണിക്കാൻ ഒരു സ്കോർ എങ്ങനെ ഗ്രൂപ്പിന് സ്കോർ കൊടുക്കാം എന്നത് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കും. ഇത് തിരഞ്ഞെടുത്തതിന് ശേഷം കുട്ടികൾ ഒന്നിച്ചിരുന്നിട്ട് അവരവരുടെ കണ്ടുപിടുത്തങ്ങളും അവരവരുടെ കണ്ടെത്തലും എങ്ങനെയാണെന്നും അത് എന്തുകൊണ്ട് ശരിയെന്നും അവർ സ്ഥാപിക്കാൻ ശ്രമിക്കും. അങ്ങനെ 3 ഗ്രൂപ്പുകളും അല്ലെങ്കിൽ 4 ഗ്രൂപ്പുകളും 5 ഗ്രൂപ്പുകളും ഒന്നിച്ചിരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങളിലെത്തുക. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇത് നടക്കുന്നതുകൊണ്ടുണ്ടായിരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തെ നിർദ്ധാരണം ചെയ്യാനും സ്വയമായിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും അവർക്ക് കഴിയുന്നു. ആ ആത്മവിശ്വാസം അതാണ് അവർ അവരുടെ ഭാവി ജീവിതത്തിൽ ഇപ്പോഴും ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പിന്നിലായിരുന്ന ചൈന ഇന്ന് ലോകത്തിൽ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. ആകെയുള്ള 43ഓളം ഏറ്റവും ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ 7 6 രംഗമെന്നൊഴിച്ച് ബാക്കിയുള്ള എല്ലാ രംഗങ്ങളിലും ചൈന ആധിപത്യം പുലർത്തിയിരിക്കുന്നു. ഇത് തന്നെ ഈ 7 രംഗങ്ങളിൽ കൂടി അവർ ആധിപത്യം പുലർത്താൻ അവർക്ക് കഴിയും എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ മതം. അതും വെറും 10 വർഷത്തിനുള്ളിൽ അതും കൂടി നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ചൈനക്കാരെത്താനുണ്ടായ പ്രധാന കാരണം അവരുടെ വിദ്യാഭ്യാസം പരമ്പരാഗതമായ ഈ കോളനിവൽകൃത അല്ലെങ്കിൽ പ്രജാവിദ്യാഭ്യാസത്തിൽ നിന്ന് അവർ ഒരു വലിയ പരിധിവരെയെങ്കിലും പൗരവിദ്യാഭ്യാസത്തിലേക്ക് മാറി എന്നതിനുള്ള തെളിവാണ് അതെന്ന്. എന്തായാലും ഗണിതത്തിൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ അവരുടെ ആർട്ടിക്കിൾ പണ്ട് വായിച്ചതാണ്. അത് മറ്റുള്ള വിഷയങ്ങളിലേക്കും അങ്ങനെ വന്നിട്ടുണ്ടാവാനാണ് സാധ്യത, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് തന്നെ അവർ പൂർണ്ണമായിട്ടും ഈ സ്വതന്ത്രമായ ഒരു ജനാധിപത്യപരമായ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അത് നടക്കണമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഒരു വലിയ പരിധിവരെ അവർക്ക് ഉണ്ടായ വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രജാവിദ്യാഭ്യാസ രീതി പാടെ പൊളിച്ചടുക്കി നിർത്തിവച്ചിട്ട് പിന്നീട് അന്നുണ്ടായിരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും നാട്ടുമ്പുറങ്ങളിലേക്ക് പറഞ്ഞയച്ച് നാട്ടുകാരുടെ കൂടെ ജോലി ചെയ്ത് അവരുടെ കൂടെ ജീവിച്ച് അവരെ പഠിപ്പിക്കാൻ പറയുകയും അവരെ ഒന്നായിട്ട് സാക്ഷരരാക്കുകയും അതിനുശേഷം രണ്ടാമത് ഈ ഡെൻ യാവോ പിങ്ങിന് ശേഷം മാവോക്ക് ശേഷം രണ്ടാമത് വിദ്യാഭ്യാസം ഈ ആധുനിക വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആണ് അവർ ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്തപ്പോൾ അതായത് അവർ മാത്രമാണ് ആദ്യമായിട്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വിദ്യാഭ്യാസം ഉടച്ചു വാർത്ത് പുതുതായി ഉണ്ടാക്കിയത്. പുതുതായി ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ പരിധിവരെ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും ജനാധിപത്യവും അതേപോലെ തന്നെ പരമാധികാരവും ഒരു വലിയ പരിധിവരെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലും കണ്ടുപിടുത്തങ്ങളിലും ഒക്കെ അവർക്കുണ്ടായ ഈ കഴിഞ്ഞ 40-50 കൊല്ലമായിട്ട് അവർക്കുണ്ടായ ഈ വികാസവും വളർച്ചയും അതേപോലെ തന്നെ
ഒരു റോക്കറ്റ് വേഗതയിലുള്ള പിന്നെ ഉയർച്ചയും അതിനുള്ള പ്രധാന കാരണം അവിടെ ഉണ്ടായ വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ യഥാർത്ഥത്തിൽ ഏതൊരു രാജ്യത്തിനും ഈ തലച്ചോറ് എന്ന് പറയുന്ന ഇതിൻ്റെ വികാസമാണ് രാജ്യത്തിൻ്റെ അധിനിവേശങ്ങൾക്കുള്ള യഥാർത്ഥ മരുന്നാവുന്നത്. അതായത് അധിനിവേശം പഴയ പോലെ വെള്ളക്കാരനെ പോലെ കുത്തിച്ചോർത്തി കവർന്നെടുക്കാനുള്ളതല്ല, അവരെയും കൂടിയും സഹായിച്ചിട്ട് അവരെയും കൂടി ഉയർത്തി എടുക്കാനുള്ള പുതിയ സമവാക്യങ്ങൾ ചൈന കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ ഇന്ത്യക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാർക്ക് ഈ സാധനം മറ്റുള്ളവരെക്കാളിലൊക്കെ കൂടുതലുണ്ട്. അതായത് മനുഷ്യ മസ്തിഷ്കം എന്നുള്ളത് യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മൂലധനം ഉള്ളത് ഇന്ത്യയിലാണ്. അത് വേണ്ട രീതിയിൽ അത് ശാസ്ത്രീയമായിട്ട് പരമാവധി വികസിപ്പിക്കുന്ന രീതിയിൽ അതിനെ വളർത്തിയെടുത്താൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട, ഒരു 4 ജനറേഷൻ കൊണ്ട് ലോകത്തിലെ ഏറ്റവും ഐക്യമുള്ള, ലോകത്തിലെ ഏറ്റവും ശരാശരി ബുദ്ധിമാനം ഉള്ള ജനത നമ്മളാവും. അതോടുകൂടി ശാസ്ത്ര സാങ്കേതിക രംഗത്തും നമ്മൾ ലോകത്തിലെ മുന്നിൽ എത്തും. അതൊന്നും മറ്റുള്ളവരെ ഒന്നായിട്ട് കീഴടക്കാനോ നമ്മൾ ചൊൽപ്പടിക്ക് നിർത്താനോ അല്ല, മറ്റുള്ളവരെയും സഹായിക്കാൻ, മറ്റുള്ളവരെയും പങ്കാളികളാക്കി ലോകത്തെ, ഈ ഭൂമിയെ, ഈ ഭൗമഗോളത്തെ ഒരു സ്വർഗമാക്കി മാറ്റാൻ അതും ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ 22-ാം നൂറ്റാണ്ടോടുകൂടി ഈ മുതലാളിത്തവും അതേപോലെ തന്നെ ഈ കോളനി വർഗവും യൂറോപ്പും അമേരിക്കയും കൂടിയ ആ പഴയ നാറ്റോ സഖ്യവും തകർന്ന് തരിപ്പണമാകുന്നതോടുകൂടി മാത്രമേ നമ്മളെ ഒരു പുതിയ യുഗത്തിലേക്ക്, അതായത് ജനാധിപത്യവൽകൃത രാജ്യമായിട്ട് ഒരു ജനാധിപത്യ പരിസരത്ത് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ. അതുവഴി ജനാധിപത്യ സംസ്കാരത്തോടു കൂടിയ ഒരു വിദ്യാഭ്യാസ കാലം നമ്മളെ ഓരോ കുട്ടികൾക്കും ഉണ്ടാവും. അതുവഴി ഓരോ കുഞ്ഞും തൻ്റെ കഴിവുകളെ, തൻ്റെ ഇന്നേറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റികളെ, തൻ്റെ അന്തർലീനമായ ശേഷികളെ പരമാവധി വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ഓരോ കുഞ്ഞിനും ഉണ്ടാവും. ആ കുഞ്ഞിനെ പരമാവധി അതുണ്ടാക്കാൻ പരമാവധി എല്ലാ കാര്യങ്ങളും എല്ലാ സമൂഹവും ചെയ്യും. കാരണം ഈ മനുഷ്യ മസ്തിഷ്കമാണ് നമ്മളുടെ വികസനത്തിനുള്ള ഏറ്റവും അടിസ്ഥാനമായ മരുന്നെന്നും അതിലും വലിയ സമ്പത്ത് ലോകത്തില്ല എന്നും നമുക്ക് മനസ്സിലാവും. അതോടുകൂടി ഇപ്പോൾ ചൈനയിലൊക്കെ 5% ആ ഒരു വിദ്യാഭ്യാസത്തിന് മാത്രമായിട്ട് അവരുടെ ടോട്ടൽ GDP-യുടെ ചിലവാക്കുന്നു എന്ന് പറയും. അതേപോലെ ഇന്ത്യ നേരെ മറിച്ച് ഇപ്പോൾ 3% ഉണ്ടായിരുന്നത് ഇപ്പോൾ 1% അടുത്തെത്തിയിരുന്നാണ് കേട്ടത്. അത് രണ്ടാമത് തിരിച്ച് അങ്ങോട്ടെത്തും. കാരണം എല്ലാ പുരോഗമന രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ കാശ് മുടക്കുക അവരുടെ വിദ്യാഭ്യാസത്തിനായിരിക്കും, അടുത്ത തലമുറയെ വാർത്തെടുക്കാനായി, അടുത്ത തലമുറയെ മാനസികമായും ശാരീരികമായും ശാസ്ത്രീയമായും സാങ്കേതികമായും വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ലോകം എത്തും. അതും ഇന്നിപ്പോൾ നമ്മൾ കുറേ കാശ് മുടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളക്കാരൻ്റെ വിദ്യാഭ്യാസ രീതി കൂടുതൽ മോടി പിടിപ്പിക്കാനാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ഓരോ കുഞ്ഞിനെയും ഓരോ അധ്യാപകനെയും എങ്ങനെ പരിപോഷിപ്പിക്കാം, എങ്ങനെ സ്വതന്ത്രരാക്കാം എന്ന ആലോചനയിൽ തുടങ്ങണം. അതല്ലാതെ അസ്വാതന്ത്ര്യത്തിൻ്റെ വിതരണം നടത്തുന്ന പ്രജകളായിട്ട് അധ്യാപകനുണ്ടാവരുത്,
7 മാസം ഉണ്ടാവരുത്, DOE ഉണ്ടാവരുത്. അങ്ങനെയുള്ള അതല്ലാത്ത അധ്യാപകനെയും സ്വാതന്ത്ര്യത്തിൻ്റെ നറുമണത്തിൽ അല്ലെങ്കിൽ ആ ശുദ്ധമായ പരിസരത്ത് പരമാവധി കുഞ്ഞിനും അധ്യാപകനും വികസിക്കാനുള്ള അവസരം 2022 നൂറ്റാണ്ടിലെങ്കിലും ഉണ്ടാവും എന്ന വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ കൊളോണിയൽ ശക്തികൾ ഇല്ലാതാവുക എന്നുള്ളതാണ്. എങ്ങനെ മറ്റ് രാജ്യങ്ങളെ ഒന്നായിട്ട് കുത്തിച്ചോർത്തി കവർന്ന് കൊന്ന് അവരുടെ സമ്പത്തൊക്കെ സ്വന്തമാക്കണം എന്ന ആ ബോധം ഇന്നും യൂറോപ്പിലും പ്രത്യേകിച്ച് അമേരിക്കക്കാർ ഇറാഖിലൊക്കെ ചെയ്തത് എന്താണ്? ഇന്നും ഇറാഖിൻ്റെ എണ്ണക്കിണറുകൾ ഇന്ന് അമേരിക്കയുടെ കയ്യിലാണ്. യാതൊരു ഉളുപ്പില്ലാതെ നാണമില്ലാതെ കവർന്നെടുക്കാൻ ഈ അമേരിക്ക എന്ന വലിയ, നിങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യത്തിന് ഇന്നും കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ഈ കോളനി മൈൻഡ് സെറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കവർച്ച ചെയ്ത് കവർന്നെടുക്കാനുള്ള ആ മനസ്സിൻ്റെ ബാക്കി പത്രങ്ങളാണ്. അത് അവസാനിക്കാതെ അങ്ങനെ ഓരോ രാജ്യത്തുള്ള വിഭവങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾ ആസ്വദിച്ച് അത് പരമാവധി മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ രീതിയിൽ അന്യോന്യം പങ്കുവെക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം കടക്കും. അന്ന് 22-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇത് കേൾക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് പേരെങ്കിലും 22-ാം നൂറ്റാണ്ടിൽ ജീവിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ഒരു 80 വയസ്സാകുമ്പോഴേക്ക് 22-ാം നൂറ്റാണ്ട് അന്നത്തേക്ക് ലോകത്താകമാനം ഈ പ്രജാവിദ്യാഭ്യാസം എന്നത് പൂർണ്ണമായും എടുത്തു കളഞ്ഞ് ഓരോ കുഞ്ഞും ഓരോ അധ്യാപകനും തൻ്റെ കുഞ്ഞ് എങ്ങനെ നന്നാവണം, എങ്ങനെ പഠിക്കണമെന്നും കുഞ്ഞ് എങ്ങനെയാണ് ഇന്ന വിഷയം ഞാൻ പഠിക്കുക എന്നുള്ളതിൽ കൂലങ്കഷമായിട്ട് ചിന്തിച്ച് അതിൽ നിമഗ്നരായി അതിൽ നിന്ന് ഉയർന്നു വരുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ സമൂഹം ചെയ്തു കൊടുക്കും എന്നും അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ജനതയും സംസ്കാരവും 22-ാം നൂറ്റാണ്ടോടുകൂടി ഉണ്ടാവുകയും അതുവഴി ലോകത്തെ ഈ ഭൗമഗോളം എന്നത് ഒരു സ്വർഗഭൂമിയായി മാറുകയും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടിമരുന്ന് നമ്മുടെ വിദ്യാഭ്യാസമാണ്. അതായത് അടുത്ത തലമുറയെ എങ്ങനെ അവർക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക, പഠിക്കുക, നിർദ്ധാരണം ചെയ്യുക എന്നത് പരിശീലിപ്പിക്കുക എന്നുള്ളതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഇതിൽ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഉള്ളത് കൃഷിയാണ്. കൃഷിയെക്കുറിച്ചിട്ടും എന്തായാലും അടുത്ത ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതായത് 22-ാം നൂറ്റാണ്ടിൽ കൃഷി എങ്ങനെ ഈ ലോകത്തിൻ്റെ ജീവൻ എന്ന പ്രതിഭാസത്തിന് ഉപകാരപ്രദമാവും, അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കും എന്ന്
എന്ന ഒരു ചിന്താധാര അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.